ഓരോ ദിവസവും ലക്ഷക്കണക്കിന് റോഡ് അപകടങ്ങളാണ് ലോകത്തിന്റെ പല കോണിലും സംഭവിക്കാറുള്ളത്. അതിൽ പല അപകടങ്ങളുടെയും കാരണം റോഡുകളുടെ അപകടാവസ്ഥ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ചില റോഡുകളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൊട്ടാഹുവാസി കാന്യോൺ റോഡ്. പെറുവിലെ അരക്യുപ്പാക്കടുത്തുള്ള പാൻ അമേരിക്കൻ ഹൈവേയിൽ നിന്നാണ് കൊട്ടാഹുവാസി കാന്യോൺ റോഡ് തുടങ്ങുന്നത്. ഈ റോഡിന്റെ കൂടുതൽ ഭാഗവും ടാർ ചെയ്യാത്തതാണ്. നിറയെ കല്ലുകളും ചരലുകളുമാണ് വഴിയിലുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് പാറക്കല്ലുകൾ വീഴുന്നത് ഒരു വലിയ അപകടമാണ്. ഈ യാത്ര പൂർത്തിയാക്കാൻ 10 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ 4-വീൽ ഡ്രൈവ് വാഹനങ്ങളുള്ള ധൈര്യശാലികൾ മാത്രമേ ഈ വഴിക്ക് പോകാറുള്ളൂ. ഈ റോഡ് ഉപയോഗിക്കുന്ന ടൂറിസ്റ്റും വിനോദസഞ്ചാരികളും അഡ്വഞ്ചറേഴ്സും അഥവാ സാഹസികരും വളരെ കുറവാണ്. ഗ്രാൻഡ് കാന്യോൺ നേക്കാൾ ആഴമുള്ള ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കാന്യോൺസിലൊന്നാണ് ഈ കൊട്ടാഹുവാസി കാന്യോൺ. സമുദ്രനിരപ്പിൽ നിന്ന് 4572 മീറ്റർ ഉയരത്തിൽ വായു കുറവായതിനാൽ ഇവിടെ ശ്വാസമെടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗും ബുദ്ധിമുട്ടാണ്. ടാറോക്കോ ഗോർജ് റോഡ്. തായ്വാനിലെ ടാറോക്കോ ഗോർജ് റോഡിന് ഏകദേശം 19 കിലോമീറ്റർ നീളമുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള റോഡാണ്. പക്ഷേ മനോഹരമായ കാഴ്ചകളാണ് ഇതിന്റെ ചുറ്റും. മലകൾ തുറന്നുണ്ടാക്കിയ റോഡാണിത്. ടൂർ ബസസ്, കാറുകൾ, സ്കൂട്ടേഴ്സ്, സൈക്ലിസ്റ്റ്സ്, നടന്നുപോകുന്ന ആളുകൾ എന്നിവരെല്ലാം ഈ ഇടുങ്ങിയ റോഡിലൂടെ ഒരുമിച്ച് പോകുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പേടിയുള്ള യാത്രയാണ്. ഈ റോഡിൽ പെട്ടെന്നുള്ള കോർണേഴ്സും ബ്ലൈൻഡ് സ്പോട്സുകളും നല്ലതുപോലെയുണ്ട്. റോക്ക് ഫോൾസ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത്ക്വേക്സ് എന്നിവ ഈ റോഡ് നല്ല രീതിയിൽ നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കനത്ത മഴയും കൊടുങ്കാറ്റുകളും റോഡിന്റെ ചില ഭാഗങ്ങളിൽ കൂടി യാത്ര ചെയ്യുന്നത് വളരെ അപകടകരമാക്കി മാറ്റുന്നുമുണ്ട്. കാരക്കോറം ഹൈവേ. ചൈനയ്ക്കും പാകിസ്ഥാനുമിടയിൽ 1300 കിലോമീറ്റർ ദൂരത്തിലാണ് കാരക്കോറം ഹൈവേ പരന്നുകിടക്കുന്നത്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. പക്ഷേ അതിൽ ഒരുപാട് അപകടങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട്. ഈ ഹൈവേ സമുദ്രനിരപ്പിൽ നിന്ന് 4572 മീറ്ററിൽ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വായു കുറവായതിനാൽ ശ്വാസമെടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ്സ്, ഫോളിംഗ് റോക്സ്, വെള്ളപ്പൊക്കം, മഞ്ഞിടിച്ചിൽ എന്നിവ ഇവിടെ സാധാരണമാണ്. കൂടാതെ കുത്തനെയുള്ള ക്ലിഫ്സ് അഥവാ കൊക്കകൾ അപകടം കൂട്ടുന്നു. ഈ റോഡ് പഴയ സിൽക്ക് റോഡിന്റെ ഭാഗങ്ങളെ പിന്തുടരുന്നു. അതൊരു പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടായിരുന്നു. 1959 നിർമ്മിച്ച ഈ റോഡിന്റെ പണി വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നത്രേ. ലാൻഡ് സ്ലൈഡ്സ് കാരണം ഒരുപാട് തൊഴിലാളികൾ മരിച്ചുപോയി. ബസ്സുകൾ കൊക്കകളിലേക്ക് വീഴുന്നത് പോലുള്ള അപകടങ്ങൾ ഇപ്പോഴും സംഭവിക്കാറുണ്ട്. ഫേറി മെഡോസ് റോഡ്. പാകിസ്ഥാനിലെ ഫേറി മെഡോസ് റോഡ് മറ്റൊരു അപകടം നിറഞ്ഞ റോഡാണ്. ഈ 16 കിലോമീറ്റർ മൗണ്ടൻ ട്രാക്ക് കൂടുതലും ഉറപ്പില്ലാത്ത ഗ്രാവൽ അഥവാ ചരൽ നിറഞ്ഞതാണ്. ഇത് 2438 മീറ്റർ ഉയരത്തിലാണുള്ളത്. കൈവരികളില്ലാത്ത ഇടുങ്ങിയ വളവുകൾ ഇതിനെ അപകട സാധ്യതയുള്ളതാക്കുന്നു. എങ്കിലും ഇവിടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഈ റോഡ് കാരക്കോറം ഹൈവേയിൽ നിന്ന് ആരംഭിച്ച് ടാറ്റോ വില്ലേജിലേക്ക് പോകുന്നു. ജീപ്പ് പോലുള്ള ചെറിയ വണ്ടികൾക്ക് മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ. 9 ബെൻ റോഡ് ടു ഹെവൻ. ചൈനയിലെ 9 ബെൻ റോഡ് ടു ഹെവൻ എന്നത് ടിയാൻമൻ മൗണ്ടൻ നാഷണൽ പാർക്കിലൂടെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന റോഡാണ്. ഇത് മുകളിലേക്ക് പോകുന്ന 99 ഷാർപ്പ് ടേണുകളുള്ള റോഡാണ്. ഇത് ഉണ്ടാക്കാൻ 8 വർഷമെടുത്തുവത്രേ. 2006 പണി പൂർത്തിയായി. അവിടേക്കെത്താൻ നിങ്ങൾ ടോങ്ഷ്യൻ അവന്യൂ, അതായത് അവന്യൂ ടു ഹെവൻ എന്ന് വിളിക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കണം. 99 വളവുകൾ ചൈനീസ് കൾച്ചറിലെ സ്വർഗത്തിന്റെ 9 കൊട്ടാരങ്ങളെ സൂചിപ്പിക്കുന്നു. മുകളിലെത്തിയാൽ ഹെവൻസ് ഗേറ്റ് കാണാം. അതൊരു പാറയുടെ കമാനമാണ്. ഗുലിയാങ് ടണൽ. പണ്ട് ചൈനയിലെ ഗുലിയാങ് വില്ലേജിൽ എത്താനുള്ള ഏക വഴി തൈഹാങ് മൗണ്ടൻസിൽ കൊത്തിയെടുത്ത ഒരു അപകടകരമായ വഴിയായിരുന്നു. ഇവിടെയുള്ള ഒരു ചുവട് തെറ്റിയാൽ പോലും മരണത്തിലേക്ക് വീഴാം. ഗ്രാമവാസികൾ സഹായത്തിനായി കാത്തുനിൽക്കാതെ 1972 സ്വന്തമായി ഒരു ടണൽ കുഴിക്കാൻ തുടങ്ങി. വെറും 13 പേർ മാത്രമാണ് ഇതിൽ പ്രവർത്തിച്ചത്. യന്ത്രങ്ങളോ ഡൈനമൈറ്റോ ഇല്ലാതെ അവരുടെ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു അവരുടെ ജോലി. 1.2 കിലോമീറ്റർ നീളവും 5 മീറ്റർ ഉയരവും 4 മീറ്റർ വീതിയുമുള്ള ഒരു ടണൽ കുഴിക്കാൻ അവർക്ക് 5 വർഷമെടുത്തു. ഇത് ഏറ്റവും വലിയ ടണലല്ല, പക്ഷേ കൈകൊണ്ട് കുഴിച്ചെടുത്തതുകൊണ്ട് ഇത് അത്ഭുതമാണ്. ജോലി വളരെ കഠിനമായിരുന്നതിനാൽ ചില തൊഴിലാളികൾ മരിച്ചുപോയിരുന്നു. ഈ ടണൽ ഗ്രാമവാസികൾക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിന് ലൈറ്റ്സോ ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ ഇവിടെ വാഹനം ഓടിക്കുന്നത് റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതിനെ ദ റോഡ് ദാറ്റ് ഡസ് നോട്ട് ഫൊർഗീവ് മിസ്റ്റേക്സ് എന്ന് വിളിക്കുന്നു. പാൻ അമേരിക്കൻ ഹൈവേ. പാൻ അമേരിക്കൻ ഹൈവേ സാധാരണയായി ടൈറ്റ് ടേൺസ് ടാർ ചെയ്യാത്ത റോഡുകളോ ഉള്ള എക്സ്ട്രീം റോഡല്ല. പക്ഷേ ഇവിടെ ഈ സ്ഥലത്തെ ചൊല്ലി പല തർക്കങ്ങളുള്ളതിനാൽ തന്നെ ഇവിടെയുള്ള റബേൽസ് യാത്രക്കാരെ തടയാനും അവരെ കിഡ്നാപ്പ് ചെയ്യാനും അല്ലെങ്കിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തടഞ്ഞുവെക്കാനും സാധ്യതയുണ്ട്. ചിലരെ പിന്നെ ഒരിക്കലും വിട്ടയക്കാറില്ലത്രേ. ഡാൾട്ടൺ ഹൈവേ.
അലാസ്കയിലെ ഡാൾട്ടൺ ഹൈവേ അപകടം നിറഞ്ഞ ഒരു റോഡാണ്. 644 കിലോമീറ്റർ ദൂരത്തിൽ ആശുപത്രികളോ ഹോട്ടലുകളോ റെസ്റ്റോറന്റ്സ് ഗ്യാസ് സ്റ്റേഷൻസ് ഇവിടെയില്ല. റോഡിന്റെ കൂടുതൽ ഭാഗവും ടാർ ചെയ്യാത്ത ചരൽ നിറഞ്ഞതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മോശം കാലാവസ്ഥയിൽ ഇവിടെ വാഹനം ഓടിക്കൽ പ്രയാസമാണ്. കുത്തനെയുള്ള കുന്നുകളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാറുകൾ വഴുതിപ്പോകാനും സാധ്യതയുണ്ട്. വന്യജീവികൾ റോഡ് മുറിച്ചു കടക്കും. അതുകൊണ്ട് അവരെ ഇടിക്കാതിരിക്കാനും റോഡിൽ നിന്ന് തെന്നിമാറാതിരിക്കാനും ഡ്രൈവേഴ്സ് നല്ല പരിചയസമ്പത്തുള്ളവർ ആയിരിക്കണം. തണുപ്പുകാലത്ത് റോഡ് നല്ലപോലെ ഐസ് നിറയുന്നതിനാൽ വിദഗ്ധരായ ട്രക്ക് ഡ്രൈവർമാർ പോലും ഈ വഴി ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. കൂടാതെ ഇവിടെയുള്ള മഞ്ഞിടിച്ചിലും ഒരു പ്രശ്നമാണ്. അമൂർ യാക്കുത്സ്ക് ഹൈവേ. സൈബീരിയയിലെ അമൂർ യാക്കുത്സ്ക് ഹൈവേയെ റോഡ് ഓഫ് ബോൺസ് അഥവാ അസ്ഥികളുടെ റോഡ് എന്നും വിളിക്കുന്നു. ഇത് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നിലേക്കാണ് പോകുന്നത്. ഇത് R504, കോലിമ A360 ലേന എന്നീ 2 ഹൈവേസുകൾ ചേർന്നതാണ്. രണ്ടും അപകടം നിറഞ്ഞവയാണ്. മഞ്ഞുവീഴ്ചയിൽ ഇവിടെ വിസിബിലിറ്റി കുറവായിരിക്കും. കനത്ത മഴ റോഡ് ചെളിയാക്കുകയും മൈലുകളോളം ട്രാഫിക് ജാംസ് ഉണ്ടാക്കുകയും ചെയ്യും. സോജില പാസ്. ഇന്ത്യയിലെ സോജില പാസ് 9 കിലോമീറ്റർ ദൂരമുള്ള റോഡാണ്. ഇത് 3505 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗാർഡ് റെയിൽസ് ഇല്ലാത്തതിനാൽ കൊക്കകളിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ടാർ ചെയ്യാത്ത ഈ റോഡ് ഹിമാലയസിനെ മറികടന്ന് ശ്രീനഗറിനെയും ലേഹിനെയും ബന്ധിപ്പിക്കുന്നു. ഇവിടെ മണ്ണിടിച്ചിൽ സാധാരണമാണ്. കനത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും കാരണം തണുപ്പുകാലത്ത് റോഡ് അടച്ചിടുകയാണ് ചെയ്യാറുള്ളത്. 1947 സൈനിക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഈ റോഡ് ലഡാക്കിനും കശ്മീരിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ റോഡിൽ വെച്ച് തകർന്നുപോയ വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കർണാലി ഹൈവേ. നേപ്പാളിലെ കർണാലി ഹൈവേ 250 കിലോമീറ്റർ നീളമുള്ള റോഡാണ്. ഇവിടെ അപകടങ്ങൾ സാധാരണമാണ്. ഏകദേശം 50 പേർ ഓരോ വർഷവും ഇവിടെ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടകരമാണ്. കൂടാതെ പൊടി കാരണം റോഡ് കാണാനും പ്രയാസമാണ്. ഇടുങ്ങിയ ഭാഗങ്ങളിൽ ലാൻഡ്സ്ലൈഡ്സ്, ഫോളിംഗ് റോക്സ്, പോത്തോൾസ്, വെള്ളം കയറിയ സ്ഥലങ്ങൾ എന്നിവയുണ്ട്. ഇവിടെയുള്ള വലിയ താഴ്ചകളുള്ള കുത്തനെയുള്ള കൊക്കകൾ ഭയപ്പെടുത്തുന്നതാണ്. റോഡ് വളരെ റിസ്കിയായതിനാൽ ഭൂരിഭാഗം സ്ഥലങ്ങളും സുരക്ഷിതമല്ലാത്തതുകൊണ്ട് ഇതിലൂടെ രാത്രിയിൽ വാഹനമോടിക്കുന്നത് പോലീസ് നിരോധിച്ചിട്ടുണ്ട്. നോർത്ത് യുങ്കാസ് റോഡ്. റോഡ് ഓഫ് ഡെത്ത് അഥവാ മരണത്തിന്റെ റോഡ് എന്ന് വിളിക്കപ്പെടുന്ന ബൊളീവിയയിലെ ഈ റോഡ് 80 കിലോമീറ്റർ നീളമുള്ളതാണ്. 4633 മീറ്റർ ഉയരത്തിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. വായു കുറവായതിനാൽ വാഹനം ഓടിക്കാനും ശ്വാസമെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഈ ഒറ്റവരി പാതയിൽ നിന്ന് താഴെയുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്ക് 914 മീറ്റർ താഴ്ചയുണ്ട്. ഇവിടെ 200-ലധികം ടൈറ്റ് ടേൺസ്, ഫോഗ്, ലാൻഡ് സ്ലൈഡ്സ് എന്നിവ സാധാരണമാണ്. 1990കൾ വരെ ഓരോ വർഷവും ഒരുപാട് പേർ ഇവിടെ മരിച്ചിരുന്നു. കില്ലാർ ടു പാങ്ങി റോഡ്. ഇന്ത്യയിലെ കില്ലാർ ടു പാങ്ങി റോഡിന് 113 കിലോമീറ്റർ നീളമുണ്ട്. ഇത് 2500 മീറ്റർ ഉയരത്തിലാണുള്ളത്. ഇതിന് കൈവരികളില്ല. അതുകൊണ്ടൊരു തെറ്റ് പറ്റിയാൽ കൊക്കയിൽ നിന്ന് താഴെ വീഴാം. പരിചയസമ്പത്തുള്ള ഡ്രൈവർമാർ മാത്രമേ ഇത് ഓടിക്കാൻ ശ്രമിക്കാവൂ. വേനൽക്കാലത്ത് മാത്രം തുറക്കുന്ന ഈ റോഡ് ടാർ ചെയ്യാത്തതാണ്. നിറയെ പോത്തോൾസും കല്ലുകളും ഇതിനെ കൂടുതൽ അപകടകരമാക്കുന്നു. 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാൻ സാധ്യതയുള്ള പാറയുടെ തൂങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരുപാട് കാലം മുൻപ് ഗ്രാമവാസികൾ നിർമ്മിച്ച ഈ റോഡ് ഒരിക്കലും പുതുക്കി പണിതിട്ടില്ല. ഈ റോഡ് വളരെ ഇടുങ്ങിയതാണ്. ഒരു ജീപ്പിന് മാത്രമേ ഇതിലൂടെ പോകാൻ കഴിയൂ. ഒരു ചെറിയ അബദ്ധം സംഭവിച്ചാൽ 610 മീറ്റർ താഴ്ചയിലേക്ക് വീഴാൻ അത് കാരണമാകും. സ്കിപ്പേഴ്സ് കാന്യൺ റോഡ്. ന്യൂസിലാൻഡിലെ സ്കിപ്പേഴ്സ് കാന്യോൺ റോഡ് മലകൾ തുരന്നുണ്ടാക്കിയതാണ്. 100 വർഷം മുൻപ് ഖനിത്തൊഴിലാളികൾ ഉണ്ടാക്കിയ ഈ റോഡ് ടാർ ചെയ്യാത്തതും ഇപ്പോഴും ഇടുങ്ങിയതും പേടിപ്പെടുത്തുന്നതുമാണ്. 26.5 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് കോറോണറ്റ് പീക്ക് റോഡിൽ നിന്ന് ഷോട്ടോവർ റിവറിന് മുകളിലുള്ള സ്കിപ്പേഴ്സ് ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. ഗാർഡ് റെയിൽസ് ഇല്ലാത്തതിനാൽ ഒരു ചെറിയ തെറ്റുമതി കൊക്കയിൽ നിന്ന് താഴെ വീഴാൻ. ചില ഭാഗങ്ങൾ 2 വണ്ടികൾക്ക് കടന്നുപോകാൻ കഴിയാത്തത്ര ഇടുങ്ങിയതാണ്. അതുകൊണ്ട് ഒരു വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും. ഇവിടെ അപകടങ്ങളും സംഭവിക്കാറുണ്ട്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും പോകാൻ താൽപ്പര്യപ്പെടാത്ത റോഡ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.